ഹലോ, എജുവേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സ്പെക്റ്റഡ് MCQ സീരീസ് തന്നെയാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതേപോലെ CSEB എന്നീ എക്സാമുകൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസിന് അതിൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, എജുവേൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിലും കൂടി നമ്മൾ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ. എവിടെയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് കമ്മിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്നാണ് മാക്ലഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ മാക്ലഗൻ കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1914 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് മാക്ലഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ ഇൻ ഇന്ത്യയിൽ കോപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ കമ്മിറ്റിയാണ് നമ്മുടെ മാക്ലഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് 1915 അതേപോലെ ഇദ്ദേഹത്തിൻ്റെ വേറെയും കുറച്ച് റെക്കമെൻഡേഷനുകളുണ്ട്. എന്താണ് റെക്കമെൻഡേഷനുകൾ എന്ന് പറഞ്ഞാൽ? ഫോർമേഷൻ ഓഫ് അപ്പെക്സ് ബാങ്കിൻ്റെ ഫോർമേഷൻ, അതേപോലെ സെൻട്രൽ ലെവൽ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതേപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. നമ്മൾ അപ്പെക്സ് കോപ്പറേറ്റീവ്സ് ബാങ്കും സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനാണ്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ളത് അർബൻ ബാങ്ക്സ് ഓഫ് ഇന്ത്യ ടോട്ടലി ഇൻഡപ്റ്റഡ് ടു വിച്ച് കമ്മിറ്റി എന്ന് ചോദിക്കാം. അപ്പോൾ അർബൻ ബാങ്ക്സ് ഓഫ് ഇന്ത്യ ഇൻഡപ്റ്റഡ് ടു ഇതാണ് മാക്ലഗൻ കമ്മിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ പിന്നെന്താണ് പ്രൊവിൻഷ്യൽ ബാങ്ക്, ദ ഫോർമേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ബാങ്ക് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, ദ ഫോർമേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ബാങ്ക് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതും ഏത് കമ്മിറ്റിയാണ്? മാക്ലഗൻ കമ്മിറ്റിയാണ്. ഓക്കെ, പിന്നെ മാക്ലഗൻ കമ്മിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, ഒരു കോട്ടാണ്: ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മാക്ലഗൻ കമ്മിറ്റിയാണ്. സർ എഡ്വേർഡ് മാക്ലഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ മാക്ലഗൻ കമ്മിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു. നെക്സ്റ്റ് ആണ്: ദ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ്. എന്ത് ലാബിലിറ്റിയാണ്? ലിമിറ്റഡ് ലാബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ: ഇപ്പോഴും അൺലിമിറ്റഡ് ലാബിലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അത് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫോളോവഡ് ബൈ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് ഫോളോ ചെയ്തിരിക്കുന്ന സിസ്റ്റം ഏതാണ്? അതായത് ഫെഡറൽ സിസ്റ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ നോവൽ ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ known as producer company was introduced amending the a new form of cooperative organization known as producer company. ഇത് ഏത് ഈ പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ള ഈ ഒരു ടേം ഇത് ഏത് അമെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ബൈ അമെൻഡിങ് ദ ഡാഷ് എന്താണ് കമ്പനീസ് ആക്ട് 1956 ആണ് അമെൻഡ് ചെയ്തിട്ടാണ് ഇതുണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: PACS സാധാരണ CSEB എക്സാമുകൾക്കും അതേപോലെ മറ്റുള്ള ഏത് PSCയുടെ എക്സാം ആയാലും ചിലപ്പോൾ ചില രീതിയിൽ ഫുൾ ഫോമുകൾ എക്സ്പാൻഷനുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് PACS. എന്താണ് PACSൻ്റെ ഫുൾ ഫോം? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ആദ്യമായിട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അങ്ങനെയുള്ള ഓപ്ഷൻസ്? നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രൈമറി അസോസിയേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി അസോസിയേഷൻസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്.
അപ്പം ഇതെന്ന് പറയുമ്പോൾ സാധാരണ കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് എല്ലാവരും പഠിച്ചതുകൊണ്ട് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. DCCB നമുക്ക് DCCB എന്ന് ഒരുപാട്. എന്താണ് DCCBയുടെ എക്സ്പാൻഷൻ നോക്ക്. ഡിസ്ട്രിക്ട് സെൻട്രൽ ബാങ്ക്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഫെഡിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നാഫെഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. എന്താണ്? നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് നാഫെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നാഫെഡ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1958 നമ്മുടെ നാഫെഡ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നാഷണൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ, അല്ലെങ്കിൽ അപ്പെക്സ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഏതിൻ്റെത്? കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഇതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞാൽ 2/10/1958 നിലവിൽ വന്നത്. 2/10/1958 നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ പബ്ലിക്കേഷൻ എന്താണ്? കോപ്പറേറ്റീവ് ടൂർ ആണ് ഇതിൻ്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ടൂർ. അതേപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം അതേപോലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ നാഫെഡ് എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്താ അതിൻ്റെ പ്രത്യേകത? NCCFന് അതൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അതേപോലെ NHRDF ഇതും ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുള്ളത് നാഫെഡ് ആണ്. എപ്പോഴാണ് ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്? 1977 ഇത് ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് NHRDFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നാഷണൽ ഹോറികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പോൾ ഇതും ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുള്ളത് നാഫെഡ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Dash established in 1958 has been playing an important role in the development of cooperative marketing in India. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? നാഫെഡ് തന്നെയാണ്. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഇത് ഏത് 5-year പ്ലാനിൻ്റെ ഡാഷ് 5-year പ്ലാൻ ഏത് 5-year പ്ലാനിൻ്റെ ഘട്ടത്തിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 4th 5-year പ്ലാൻ ആണ്. The next question. DCCWS അതിൻ്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. DCCWS. The next question ആണ് NCHF. എന്താണ് NCHFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ആണ്. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. അപ്പോൾ ഇതുപോലുള്ള എക്സ്പാൻഷനുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ജൂട്ട് ഇൻഡസ്ട്രി ഈസ് വൺ ഓഫ് ദ മേജർ ഇൻഡസ്ട്രീസ് ഇൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എവിടെയാണ് ജൂട്ട് ഇൻഡസ്ട്രി മേജർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉള്ളത്? ഓപ്ഷൻ നിങ്ങൾ നോക്കുക. അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ജൂട്ട് ഇൻഡസ്ട്രീസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. NCCTയുടെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് NCCTയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് NCCTയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. മറ്റുള്ള ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് അല്ലേ. അപ്പം ഈ NCCTനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്?
1976 കറക്റ്റായിട്ട് പറഞ്ഞാൽ 1 ജൂലൈ 1976 ഇതെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. 1 ജൂലൈ 1976 എന്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ്. മാറിപ്പോകരുത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഈ ഒരു NCCT എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ് ഇതിനെപ്പറ്റി അറിയാവുന്നത്? ഏത് ഇയറിലാണ് വന്നത്? 5th 5-year പ്ലാനിലാണ് നിലവിൽ വന്നത്. അപ്പോൾ NCCTക്ക് 3 ടയർ സിസ്റ്റമാണുള്ളത്. 3 ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? അപ്പെക്സ് ലെവലിൽ ഏതാണ്? വാംനികോമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വൈകുന്നത്ത് മെഹത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ദെൻ മിഡിൽ ലെവലിൽ NCCT ആണ്. NCCT ആൻഡ് ICM ആണ് അതിലുള്ളത്. അതേപോലെ ഇതിൻ്റെ കൗൺസിലിൽ എത്രയാണ്? 29 മെമ്പേഴ്സാണുള്ളത്. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ, ഗവേണിംഗ് കൗൺസിലിലാണ് 29 മെമ്പേഴ്സ് ഉള്ളത്. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 9 മെമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ. അതേപോലെ ദ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്, ഇതിൻ്റെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നിട്ടുള്ളത് 29/6/2018. പിന്നെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. അതിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ പ്രസിഡൻറ്റ് ഓഫ് NCCT എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അതിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ, അതിൻ്റെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് സൊസൈറ്റിയാണ് NCCT എന്ന് പറയുന്നത്. അപ്പോൾ അത് മറക്കരുത്, കുറച്ച് ഡിഫറൻ്റ് ആണ് മറ്റുള്ളവയെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അപ്പെക്സ് സ്ഥാപനമാണ് ചോദിച്ചത്. എന്താണ്? വാംനികോം സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? വൈകുന്നത് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് NTH ആണ്. മെഹത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. NCCE ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് NCCയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ NCUI. അപ്പോൾ എന്താണ്? ഇത്തരം എക്സ്പാൻഷനുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് CSEBക്കായാലും പിന്നെ കാഡ്ബിൻ്റെ എക്സാമിനായാലും ചോദിക്കുന്നതാണ്. അപ്പം NCUI സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എന്താണ്? എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്? 1929 ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? അപ്പെക്സ് ബോഡിയാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ അപ്പെക്സ് ബോഡിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഒരു 3 ടയർ സിസ്റ്റമാണ് നമുക്ക് പറയാം. അതേപോലെ തന്നെ എന്താണ്? ഇത് ഈ NCCT നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ആരാണ്? NCUI ആണ്. ഈ NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് NCUI ആണ്. ഇനി ഈ NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് എന്താണ്? ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ഇതിൻ്റെ ഒരു പബ്ലിക്കേഷനാണ്. അതേപോലെ ഗോർഹാൻ കമ്മിറ്റി റിപ്പോർട്ടും ഇതേ NCUവുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് ഗവേണിംഗ് കൗൺസിലാണ്. ഗവേണിംഗ് കൗൺസിൽ 24 മെമ്പേഴ്സാണുള്ളത്. ഈ ഗവേണിംഗ് കൗൺസിലിനെ ഇലക്ട് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. അതേപോലെ എന്താണ്? 3 ടയർ സിസ്റ്റമാണുള്ളത്. അത് ഏത് ടയർ സിസ്റ്റമാണെന്ന് പഠിക്കണം. ഫസ്റ്റുള്ള ജനറൽ ബോഡി, പിന്നെയുള്ളത് ഗവേണിംഗ് കൗൺസിൽ, പിന്നെയുള്ളതാണ് എക്സിക്യൂട്ടീവ് ബോഡി. അപ്പോൾ ആ രീതിയിലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പറേറ്റീവ് മെസ്സേജസ് ആണ് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. അതാണ് NCUയുടെ ലോഗോ എന്ന് പറയുന്നത്. പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി ആണ് NCUയുടെ ലോഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പെക്സ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ അപ്പെക്സ് സൊസൈറ്റിയാണ്. നാഷണൽ ലെവൽ
അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയാണ്. എന്താ ഈ അപ്പെക്സ് സൊസൈറ്റി എന്നർത്ഥം? അപ്പെക്സ് സൊസൈറ്റി പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലാണ്. സ്റ്റേറ്റ് ലെവലാണ്. ഇപ്പോൾ ചില കേസിൽ അത് നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ആകും, പക്ഷെ പരമാവധി നമ്മൾ സ്റ്റേറ്റ് ലെവലിനെയാണ് നമ്മൾ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ഓണർ ആണോ, എംപ്ലോയി ആണോ, ഓഫീസർ ആണോ, അഡ്വൈസർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓഫീസറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതിലുള്ള ഡെപ്പോസിറ്റുകളുടെയൊക്കെ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫോംഡ് ഇൻ ഇറ്റ്സ്. എവിടെയാണ് ഫോം ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ആക്റ്റിലാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ചെയ്ത വർഷമാണ് 1912. അപ്പോൾ 1904 പ്രത്യേകത എന്താണ്? അവിടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് എന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്തത്. 1919 പ്രത്യേകത എന്താണ്? കോപ്പറേറ്റീവിന് ഒരു എന്താണ് 1919 ഏതാണ് ഒരു സബ്ജക്റ്റായിട്ട്, ഒരു പ്രൊവിൻഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് 1919 പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാറിപ്പോയത്. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. 1919 എന്താണ്? കോപ്പറേറ്റീവ് ബിക്കം ദി സ്റ്റേറ്റ് സബ്ജക്റ്റ്, അങ്ങനെയായിട്ട് മാറിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ലിറ്ററലി മീൻസ് ടു വർക്ക് ടുഗദർ. ടു വർക്ക് ടുഗദർ എന്ന് പറയുന്നത് എവിടെയാണ്? കോർപ്പറേഷനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ICA appointed a commission in the dash to ascertain how far the principle of the Rockdale as defined by ICA in 1937 are observed today and the reason for any non-observance. അതായത് ICA ഒരു കമ്മിറ്റീനെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ എന്തിനാണ്? ടു അസർട്ടൈൻ ഹൗ ഫാർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റോക്കഡെയിലിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾസ് വയബിൾ ആണ് എന്നുള്ളത് ഇതാക്കാൻ വേണ്ടി. ഏത് വർഷമാണ്? ഒക്ടോബർ 1964 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The first dairy cooperative societies was registered. The first dairy cooperative societies was registered in 1913 at Allahabad in UP was called. അതായത് ഈ അലഹബാദ് UPയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? ഖാത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റീസ് ആണ്. ഖാത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റീസ് ആണ്. The next question, the Kaira district cooperative milk producers union at Anand അതെപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്? 1946 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the product of dash is popularly known as the brand name of Amul അതായത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അമൂലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അത് ഏത് സൊസൈറ്റിയുടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഖൈറയാണ്. ഖൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ദെൻ നെക്സ്റ്റ് ആണ്, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഈസ് റിലേറ്റഡ് ടു ഡാഷ് ഓർഗനൈസിങ് ത്രൂ ഔട്ട് ദ കൺട്രി. ആരുമായിട്ടാണ് ഓപ്പറേഷൻ പ്രോഗ്രാം, എന്തുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും CSEB എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് നിരന്തരമായിട്ട് എക്സാം എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഡയറി കോപ്പറേറ്റീവ്സ്, വ്യക്തമായിട്ട് പറഞ്ഞാൽ NDDB അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇതുള്ളത്. അതിന് phase 1, phase 2, phase 3 എന്നുള്ള 3 ഘട്ടങ്ങളാണ് ഉള്ളത്. അതേപോലെ ഖൈറ മിൽക്ക് സൊസൈറ്റി എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? 1946 ഗുജറാത്തിലാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഗുജറാത്തിലാണ്. അപ്പം ഇത് ഖൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? ത്രിഭുവനദാസ്
കിഷിബായ് പട്ടേലാണ്. ത്രിഭുവനദാസ്, അറിയാത്തവർ എഴുതി വെക്കുക. ത്രിഭുവനദാസ് കിഷിബായ് പട്ടേലാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഖാത്ര കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ഇത് ചെയ്തിട്ടുള്ളത് 1913 ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The process of concentration of cooperative activities at the primary level, either by the amalgamation of two or more societies carrying out the same business or by the incorporation of several functions in one society, is known as. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് either പ്രൈമറി ലെവൽ. പ്രൈമറി ലെവലിലാണ് ബിസിനസ് ആക്ടിവിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഒന്നുകിൽ രണ്ടോ അതിലധികം സൊസൈറ്റികൾ അമാൽഗമേറ്റ് ചെയ്തത് കൊണ്ടാവാം, അമാൽഗമേറ്റ് ചെയ്ത് ഒറ്റ സൊസൈറ്റീസ് ആയിട്ട് മാറിക്കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മോർ സൊസൈറ്റീസ് ക്യാരിങ് ഔട്ട് സെയിം ബിസിനസ്, കുറേ സൊസൈറ്റികൾ ഒരു ബിസിനസ് തന്നെ ക്യാരി ഔട്ട് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ഓഫ് സെവറൽ ഫങ്ഷൻസ് ഇൻ വൺ സൊസൈറ്റി തന്നെ ഇതിൻ്റെ ഇൻകോർപ്പറേഷൻ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ വരുന്ന എന്താണ്? ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ പ്രൈമറി ലെവലിൽ ഒരേ ബിസിനസ് തന്നെ ഒരേ ആക്ടിവിറ്റീസ് തന്നെ ചെയ്യുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? അമാൽഗമേഷൻ ഓഫ് ടു ഓർ മോർ സൊസൈറ്റീസ്, അത് അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ഒന്നായിട്ട്, മീൻസ് അതിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ എയും ബിയും എന്ത് ചെയ്യുന്നു? ഇവിടെ അമാൽഗമേറ്റ് ചെയ്യുന്നു. എയും ബിയും അമാൽഗമേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ ഒരു നെയിമിൽ പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ എന്താകാം, അവർ ഏതെങ്കിലും പ്രവർത്തിക്കുന്നവർ വേറൊരു നെയിമിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ് എന്താണ്? ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലിങ്കപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താ ലിങ്കപ്പ് സിസ്റ്റം? ടു ഓർ മോർ സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ് വർക്കിംഗ് ക്ലോസ്ലി ടുഗദർ വിത്തൗട്ട് ലോസിങ് ദെയർ ഐഡൻറ്റിറ്റി. ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷനിൽ അവർക്ക് ഒരു സൊസൈറ്റി, അതായത് അമാൽഗമേറ്റ് ചെയ്ത് ഒരു സൊസൈറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരേ ബിസിനസ് ചെയ്യുന്ന ഒരേ സൊസൈറ്റി. എയും ബിയും കൂടി ചേരുമ്പോൾ അവിടെ എ ആയിട്ടോ ബി ആയിട്ടോ അല്ല പ്രവർത്തിക്കുന്നത്. എയും ബിയും പരസ്പരം കൂടി ചേർന്ന് വേറൊരു ഐഡൻറ്റിറ്റിയിലായിരിക്കും ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ലിങ്കപ്പ് സിസ്റ്റത്തിൽ രണ്ട് സൊസൈറ്റികൾ, സിംഗിൾ പർപ്പസ് സൊസൈറ്റികൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തായിരുന്നില്ല, ഐഡൻറ്റിറ്റി ലോസ് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ലിങ്കപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കയർ. അപ്പെക്സ് ഫെഡറേഷൻ നമുക്ക് കാണുമ്പോൾ അറിയാം, അപ്പെക്സ് ഫെഡറേഷനാണ് കയർ മാനുഫാക്ചർ ചെയ്യുന്നത്. കയറും കയർ പ്രൊഡക്റ്റും ആ ഒരു ടാസ്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്? അതിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഏതാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് ആണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതായത് നമ്മുടെ കയർ ഫെഡാണ് എന്ത് അപ്പെക്സ് ലെവലിൽ നിൽക്കുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എവിടെയാണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്? ആലപ്പുഴയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 27/10/1979 അതേപോലെ ഒരു നമുക്ക് കളവൂർ ഒരു സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതേപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബാംഗ്ലൂർ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഡിസ്ട്രസ് പർച്ചേസ് സ്കീം, അത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. ഡിസ്ട്രസ് പർച്ചേസ് സ്കീം പ്രൈമറി കയർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി കോക്കോ ഫുഡ്, കോക്കോ പ്ലസ്, കോക്കിഗോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡീപ് സ്ലീപ്പിയർ ഇസ് എ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. ഏത് പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ഈ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കാം, ഈ പ്രൊഡക്റ്റുകളെല്ലാം ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത് കയർ ഫെഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡാഷ് ഈസ് ദ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ഫെഡറേഷൻസ് ഏതാണ്? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് ഇന്ത്യയാണ്. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ
ഫെഡറേഷൻസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ സി സി എഫ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്, 16th October 1965. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ പഠിക്കുന്നവരൊന്നും കൂടി അത് റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങളൊന്നും കൂടി നോക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുകയോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയോ നോട്ട് ചെയ്യുകയോ ചെയ്യുക. സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.